ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ അലീനയെ എന്താണെങ്കിലും ബാലചന്ദ്രൻ പറഞ്ഞയക്കുന്നില്ല കേട്ടോ. അലീന ആരാണ് എന്നുള്ള സത്യം ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ള കാര്യം അലീനയെ അറിയിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം സംഭവിക്കുന്ന ഒരു സ്റ്റോറി ആട്ടോ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. നമ്മുടെ മഴതോറും മുമ്പേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ അലീന പോവാതിരിക്കുക കേട്ടോ. അവിടുന്ന് പോകുന്നില്ല ബാലചന്ദ്രൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അലീനയോട് പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താണെങ്കിലും അലീന ആരാണെന്നുള്ള ആ ഒരു മഹാരഹസ്യം ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞു എന്നുള്ള ആ ഒരു സത്യം ഉണ്ടല്ലോ, ഒരു വലിയൊരു സംഭവം, അത് അലീന മനസ്സിലാക്കിയേക്കാണ്. അലീനയ്ക്ക് ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ അലീന പിന്നെ അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ. വൈച്ചയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് അലീന പോവാഞ്ഞിട്ട്. അലീന സാധാരണ പോലെ വീണ്ടും അവിടെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ രേവതിക്കുട്ടി അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ അവർ വരുന്ന സമയത്ത് നമ്മുടെ അലീനയോട് അവരുടെ കൂടെ പൊക്കോളാൻ വൈജ വീണ്ടും ആവശ്യപ്പെടുകയാണ്. രേവതിക്കുട്ടിയുടെ അങ്ങനെ ഗ്രേസമ്മയുടെയും മാമച്ചാൻ്റെയും കൂടെ പൊക്കോളാൻ ആവശ്യപ്പെടുകയാണ്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞങ്ങളുടെ ചേച്ചി ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ് വന്നത് എന്ന് പറയുമ്പോൾ, കൊണ്ടുപൊക്കോ, ആർക്ക് വേണം, ഇവിടെ വേണ്ട എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വൈജയന്തിയുടെ ഈ മട്ടും പാവമൊക്കെ കണ്ടിട്ട് അങ്ങനെ രേവതിക്കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മയ്ക്കും. രേവതിക്കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ വല്ലാണ്ട് ആൾ കളിക്കൊന്നും വേണ്ട, എൻ്റെ ചേച്ചി ആരാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളിവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അലീന ഭയങ്കര പേടിയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് രേവതിക്കുട്ടി. ആ ഒരു സമയത്ത് അലീന ഇങ്ങനെ കണ്ണോണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, മോളെ പറയല്ലേ എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ എന്നിട്ട് നിൻ്റെ ചേച്ചി ആരാ നിൻ്റെ ചേച്ചിയോ, ഏത് ചേച്ചി, ഏതൊക്കെയോ പിഴച്ചവൾക്ക് ഉണ്ടായതല്ലേ നീയും അവളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഒരു പക്ഷേ ആർക്കുണ്ടായതാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിപ്പം ഏകദേശം ഒരു കാര്യം ഉറപ്പായി, എൻ്റെ ചേച്ചിയുടെ അമ്മ ശരിക്കും പിഴച്ചത് തന്നെയാണെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി എന്ന് പറയാണ് രേവതിക്കുട്ടി. ആ ഒരു പിഴച്ചൊരു സ്ത്രീക്ക് തന്നെയാണ് എൻ്റെ ചേച്ചി ഉണ്ടായത്, പക്ഷേ എന്തുകൊണ്ടും ആ സ്വഭാവ ഗുണമൊന്നും എൻ്റെ ചേച്ചിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയട്ടോ. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വൈശിക്ക് ഇവളെന്തൊക്കെയോ പറയണത് എന്നുള്ളൊരു ഡൗട്ടാണ്. ഗ്രേസമ്മയാണെങ്കിലും രേവതിക്കുട്ടി നീ ഒന്ന് നിർത്ത്, നീ ഇങ്ങനൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ, എൻ്റെ ആൻറ്റി പിന്നെ ഇതൊക്കെ കേട്ടാൽ എങ്ങനെ പറയാതിരിക്കും, എൻ്റെ ചേച്ചിയെക്കുറിച്ച് പറയുന്നത് കേട്ടില്ലേ, പിഴച്ചവളാണെന്ന്, ഇതൊക്കെ കേട്ട് എങ്ങനെ മിണ്ടാതിരിക്കും എന്ന് പറയാണ് രേവതിക്കുട്ടി. അങ്ങനെ രേവതിക്കുട്ടി വൈജയന്തിക്കിട്ട് നന്നായി രണ്ട് സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ ചേച്ചി ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ, കൊണ്ടുപോക്കോ, ആരെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞത്, എത്ര നാളായിക്കൊണ്ട് പറയുന്നതാണ് ഇറങ്ങിപ്പോയെന്ന്, ഇവിടുന്ന് പോവണ്ടേ, പറഞ്ഞു വിട്ടാലും പോകുന്നില്ല എന്ന് പറയുമ്പോൾ, അത് നിങ്ങളല്ലല്ലോ പറഞ്ഞു വിടേണ്ടത്, ഈ വീട്ടിലുള്ള ഗൃഹനാഥൻ ബാലചന്ദ്രൻ സാറല്ലേ, ബാലചന്ദ്രൻ അങ്കിളാണ് പറഞ്ഞു വയ്ക്കേണ്ടത്. അങ്കിള് ചേച്ചിയെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണുമല്ലോ എന്ന് പറയുമ്പോൾ, കാണും കാരണമൊക്കെ കാണും, അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാണ് വൈജയന്തി. നിങ്ങളുടെ ഈ ദുഷിച്ച മനസ്സിൽ വരുന്ന ചിന്തയുണ്ടല്ലോ, അതൊന്നും എൻ്റെ ചേച്ചിയുടെ മേലെ എടുക്കണ്ട കേട്ടോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ, ഒരു ചേച്ചിയും അനിയത്തിയും വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ നീ ഒന്ന് നിർത്ത്, വാ നമുക്ക് മുത്തശ്ശിയെ കാണാം എന്ന് പറഞ്ഞിട്ട് അലീന ഗ്രേസമ്മയും മാമച്ചാനെയും രേവതിക്കുട്ടിയും കൂട്ടിയിട്ട് മുത്തശ്ശിയെ കാണാനായിട്ട് പോകണം. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ഇത് ആരൊക്കെയോ വന്നേക്കുന്നത് നോക്കിയേ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ രേവതിക്കുട്ടിയും മാമച്ചാനെയും ഗ്രേസമ്മയും വരുമ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ആരാ മോളെ ഇവരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശി ഒന്ന് ആലോചിച്ച് നോക്കി ആരായിരിക്കും എന്ന്. ഇത് നീ പറയാറുള്ള രേവതിക്കുട്ടിയാണോ എന്ന് ചോദിക്കണം. അതേ മുത്തശ്ശി, ഞാൻ തന്നെയാണ് രേവതിക്കുട്ടി. എൻ്റെ അടുത്തും ചേച്ചി ഒരുപാട് കാര്യങ്ങൾ മുത്തശ്ശിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നല്ലൊരു മുത്തശ്ശിയെ ചേച്ചിക്ക് കിട്ടിയല്ലോ, അത് ഭയങ്കര സന്തോഷമായി, അതും സ്വന്തം മുത്തശ്ശി തന്നെയല്ലേ എന്ന് പറയുമ്പോൾ, നീ എന്താ അങ്ങനെ പറഞ്ഞത്, സ്വന്തം മുത്തശ്ശിന്നോ? അതായത് ചേച്ചി സ്വന്തം ആയിട്ടാണ് കാണുന്നത്, മുത്തശ്ശി സ്വന്തം കൊച്ചുമോളായിട്ടല്ലേ കാണുന്നത്, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാണ് രേവതിക്കുട്ടി. അപ്പോൾ രേവതിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അലീന അയ്യോ എന്നുള്ള രീതിയിൽ ഇവളെന്തെങ്കിലും ഇപ്പോൾ വിളിച്ച് പറയുമോ മുത്തശ്ശിയുടെ അടുത്ത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഗ്രേസമ്മയും മാമച്ചാനും അലീനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മുത്തശ്ശി ഇത് ഗ്രേസമ്മ ആൻറ്റി, ഇത് മാമച്ചാൻ, ഇവരുടെ വീട്ടിലാണ് രേവതിക്കുട്ടി നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ അവരാണെങ്കിലും മുത്തശ്ശിയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാറായോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്. രേവതിക്കുട്ടി പറയും, എനിക്കറിയാം കള്ളത്തരമൊക്കെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. എന്ത് കള്ളത്തരം, എന്താടി എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. ഏയ് അതൊന്നുമില്ല, ചുമ്മാ പറയുന്നതെന്ന് മുത്തശ്ശി പറയുമ്പോൾ, മുത്തശ്ശി കള്ളത്തരം ഒന്നും ഒളിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാമെന്ന് രേവതിക്കുട്ടി പറയാണ്. എന്താ കാര്യം പറ എന്ന് പറയാണ് ഗ്രേസമ്മ. അതില്ലേ ആൻറ്റി, ഈ മുത്തശ്ശിക്ക് ഇപ്പോൾ പയ്യെ എഴുന്നേൽക്കാനും തന്നെ എഴുന്നേറ്റിരിക്കാനും മെല്ലെ ഒന്ന് കാല് കുത്താനൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ മുത്തശ്ശി അതിവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. അതെന്താ പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശി അതെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാൽ ചേച്ചി ഇവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞയക്കത്തില്ലേ, അതുകൊണ്ട് മുത്തശ്ശി ഇതാരോടും പറയാതെ വെച്ചേക്കായിരുന്നു എന്ന് പറയണം. ഒന്ന് പോടി അവിടുന്ന്, അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ എഴുന്നേൽക്കാനൊന്നും ആയിട്ടില്ല എന്ന് പറയട്ടോ. എനിക്കറിയാം മുത്തശ്ശി, എൻ്റെ അടുത്ത് എല്ലാം ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഓ നിങ്ങളൊരു ചേച്ചിയും അനിയത്തിയും വന്നിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഞാൻ കേൾക്കാറുണ്ട് ഇവൾ പറയുന്നതൊക്കെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇവളെ സഹിക്കുന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കട്ടെ ഗ്രേസമ്മയോട് മാമച്ചായനോട്. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഞങ്ങൾ പെട്ടുപോയതാണ്, അല്ലെങ്കിൽ ഇവളെപ്പോലൊരു കുറുമ്പി പെണ്ണിനെ ഞങ്ങൾക്ക് ഈ അലീന കൊണ്ടുവന്നതല്ലേ, ഞങ്ങളാകെ പെട്ടിരിക്കാന്നൊക്കെ പറയുമ്പോൾ, ദേ അങ്കിളെ, നമ്മൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോണത് കേട്ടോ, അവിടെ എത്തിക്കഴിഞ്ഞാലും ഇത് തന്നെ പറയണേന്ന് പറയുമ്പോൾ, അയ്യോ ഇല്ലേ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊക്കെ തിരിച്ചെടുത്തു എന്ന് പറയണം. അങ്ങനെ അവർ കുറച്ച് നേരം അവിടെ സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാലചന്ദ്രനെ ഒന്ന് കാണണ്ടേ എന്ന് ചോദിക്കുകയാണ് മാമച്ചായൻ. അപ്പോൾ കാണാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ബാലചന്ദ്രനെ കാണാനായിട്ട് പോവുകയാണ്. അന്നേരം പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വൈജയന്തിയും മക്കളൊക്കെ പുറത്ത് നിൽക്കുക കേട്ടോ. ഇവർ പുറത്തിറങ്ങി ഇവരുടെ കൂടെ അലീന പോവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അലീനയെ വിളിച്ച് വൈജയന്തി റൂമിൽ നിന്ന് അങ്ങോട്ട് ആ കിച്ചണിൻ്റെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവർ നിന്നെ കൊണ്ടുപോകാനാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയാട്ടോ. എന്താണെങ്കിലും അവരുടെ കൂടെ നീ പൊക്കോ, ഇനി ബാലചന്ദ്രനോട് അനുവാദം ചോദിക്കാനൊന്നും നിൽക്കണ്ട, നീ പൊക്കോ എന്ന് പറയുമ്പോൾ, ഞാൻ പോവുകയാണെങ്കിൽ സാറിനോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, അല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയാണ് അലീന. എന്നിട്ട് അവരുടെ കൂടെ മുകളിലേക്ക് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് കയറി ചെല്ലണം. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ സംശയത്തോടെ നോക്കുമ്പോൾ, അങ്കിൾ ഞാൻ രേവതിക്കുട്ടിയാണെന്ന് രേവതിക്കുട്ടി അങ്ങോട്ട് ഇടിച്ച് കയറി സംസാരിക്കാം കേട്ടോ. രേവതിക്കുട്ടിക്ക് അങ്ങനെ ഒരു പേടിയും മടിയൊന്നുമില്ല, ഇങ്ങനെ അങ്ങോട്ടേക്ക് കയറി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ രേവതിക്കുട്ടിയോ, അപ്പോൾ ബാലചന്ദ്രൻ ഇച്ചിരി ഗൗരവത്തിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഒരു പേടി വരുന്നുണ്ട്. അപ്പം അലീന വന്നിട്ട് പറയുന്നുണ്ട്, സാർ ഇത് എറണാകുളത്തുള്ള, ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ അനിയത്തി രേവതിക്കുട്ടി, അവൾ നിൽക്കുന്ന വീട്ടിലെ ഗ്രേസമ്മേൻ്റെയും മാമച്ചേനെങ്കിലും ആണെന്ന് പറയണേ. അപ്പോൾ ആന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഇവരെങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞങ്ങൾ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് പറയാണ് രേവതിക്കുട്ടി. കൂട്ടിക്കൊണ്ടു പോകാനേ, എങ്ങോട്ടേക്ക്? ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ന് പറയട്ടോ. അതിന് അലീന വരുന്നില്ലല്ലോ ഇവിടെ നിന്ന് പറയുമ്പോൾ, ചേച്ചി വരുന്നുണ്ടല്ലോ, ചേച്ചി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, താഴെ മാഡം പറഞ്ഞല്ലോ ചേച്ചിയോട് പോവാനായിട്ട് എന്ന് പറയുമ്പോൾ, നേരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന അതേ എന്ന് തലയാട്ടണേ. ആ കാര്യമൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം, ഇപ്പോൾ ഇവർ വന്നത് എൻ്റെ സുഖവിവരം അന്വേഷിക്കാനല്ലേ, ഇത്തിരി നേരം സംസാരിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മാമച്ചാനും ബാലചന്ദ്രനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഗവിവരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് ഇവിടെ നിന്ന് പോകണമെന്നാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് പിന്നെ വരികയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി, പക്ഷേ അലീന ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. അത് താഴെ നിന്ന് അവർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ, ആര് പറയുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, അലീന ഇവിടെ നിന്ന് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താഴേക്ക് അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ അവരെ താഴേക്ക് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പോകുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞങ്ങൾ ഉടനെ തന്നെ പോകും എന്ന് പറയാണ് ഗ്രേസമ്മയും മാമച്ചായനും. എന്തെങ്കിലുമൊക്കെ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ, അതിനൊന്നും നിൽക്കുന്നില്ല, ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല, താഴത്തെ അന്തരീക്ഷം വളരെ മോശമായിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഒന്നും കൊടുത്തില്ല, വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ എന്തെങ്കിലും കുടിക്കാനൊക്കെ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ താഴേക്ക് വരുന്ന സമയത്ത് വൈജയന്തി ആണെങ്കിൽ അലീനയോട് പെട്ടെന്ന് പോയി റെഡിയായി ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ ഭയങ്കര ഭീഷണിപ്പെടുത്തോട്ടെ, ഇവരുടെ കൂടെ നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അലീനയ്ക്ക് വേറെ വഴിയില്ലാണ്ട് അവസാനം അലീനയെ ഭയങ്കര മോശമായിട്ട് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അലീന ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് തന്നെ ബാഗൊക്കെ എടുത്ത്
പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി മുത്തശ്ശിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ കൂടെ പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ താഴെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി ബാലചന്ദ്രൻ മുകളിൽ വന്നിട്ട് നോക്കുമ്പോൾ അലീന എല്ലാ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, സാർ ഞാൻ പോവുകയാണ്, എനിക്കിനി ഇവിടെ പറ്റത്തില്ല, എന്നെ ഒരുപാട് പറയാവുന്നതിൽ അപ്പുറം പറഞ്ഞു കഴിഞ്ഞു, ഇനിയും ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ. അതായത് ബാലചന്ദ്രനുമായിട്ട് അവിഹിത ബന്ധം വരെ വൈജയന്തി ഓപ്പണായിട്ട് അവിടെ ഇങ്ങനെ പറയുകയാണേ. അത് കേട്ടിട്ടാണ് സഹിക്കാതെ അലീന പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ വൈജയുടെ അടുത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആര് പറഞ്ഞു നിന്നോട് അലീനയെ പറഞ്ഞേക്കാനായിട്ട്? അലീന ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ അലീന ഇനി ഇവിടെ നിൽക്കുന്നില്ല, അലീന ഇവരുടെ കൂടെ പോവുകയാണ്, ഇവരുടെ കൂടെ പോകാമെന്ന് അലീന സമ്മതിച്ചല്ലോ, പിന്നെ ബാലചന്ദ്രൻ എന്തിനാ ഇത്രയൊക്കെ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അലീന ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകുന്നില്ല, നീ നിൻ്റെ ദേഷ്യവും വാശിയൊക്കെ അങ്ങ് കൊല്ലപ്പള്ളിയിൽ കൊണ്ടുചെന്ന് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വൈജയന്തിയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. അപ്പോൾ വീണ്ടും അലീന ഇങ്ങനെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ വീണ്ടും വൈജയന്തിയുമായിട്ട് ഭയങ്കര വഴക്കാവുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നിട്ട് വൈജയന്തിയെ ശരിക്കും തല്ലാൻ എന്ന പോലെ താഴേക്ക് ഇറങ്ങി വരുന്നു. ശരിക്കും വൈജ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, എൻ്റെ വാക്ക് ധിക്കരിച്ച് ഇവിടെ നിന്ന് പോവാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ ഇനി പറയണ്ടല്ലോ നിന്നോട് എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ചെകുത്താനും കടലിനും നടുക്കപ്പെട്ട ഒരു അവസ്ഥയിലെത്തുകയാണ്. അങ്ങനെ അലീന പോകുന്നില്ല എന്നുള്ള തീരുമാനം വീണ്ടും എടുക്കുക കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല മോളെ എന്ന് പറയണം. അപ്പോൾ രേവതിക്കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ സംഭവിച്ചതെന്നൊന്നും രേവതിക്കുട്ടിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ നിന്നെ വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്ന് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഗ്രേസിയമ്മയും മാമച്ചായനൊക്കെ രേവതിക്കുട്ടിയും കൂടിയിട്ട് പോവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ അവരുടെ പുറകെ അലീനയും ഇങ്ങനെ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആൻറ്റി അങ്കിൾ എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ വരാൻ പറ്റാത്ത അത്രയും ഒരു സാഹചര്യത്തിലാണ്, എന്താ കാര്യം എന്നൊക്കെ ഞാൻ പിന്നീട് വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ രേവതിക്കുട്ടിയെ വിളിക്കുമ്പോൾ ഞാൻ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. സാരമില്ല മോളെ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്, എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നിമിഷം വിളിക്കണം, ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളാം നിന്നെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അവർ കാറിൽ കയറി പോവുകയാണ്. അവർ പോകുന്നോ നോക്കി അലീന നിൽക്കുമ്പോൾ അത് നോക്കി പുറകെ ഇങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ബാലചന്ദ്രൻ ഭയങ്കര ഡോസ് കൊടുത്തിട്ട് അലീനയെ പറഞ്ഞേക്കുന്നില്ല കേട്ടോ അവരുടെ കൂടെ. പിന്നീട് അലീന അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വൈജയന്തി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ മുകളിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അലീനയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, ഞാൻ പറയാതെ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇവിടെ ഈ വീട് വിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്, എന്താണെങ്കിലും നീ പോവാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ഇവിടെ വേറൊരു കാര്യമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ആ തോക്കൊക്കെ എടുത്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു. കാരണം വൈജയന്തിയെ കൊല്ലും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു. അലീന പോയി കഴിഞ്ഞാൽ വൈജയന്തിയെ കൊല്ലും എന്നുള്ളൊരു ഭീഷണി ബാലചന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീരുമാനം ബാലചന്ദ്രൻ നടപ്പാക്കുമോ എന്നുള്ളൊരു പേടി അലീനയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ബാലചന്ദ്രനാണെങ്കിൽ സമനില തെറ്റിയതുപോലെ അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അലീന പോവാതിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.